സുഹൃത്തെ, നമസ്കാരം. ഞാനൊരു ചെറിയ കാര്യം പറയാനാട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരുപാട് സമയം യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലേ. നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഒരുപാട് വീഡിയോസ് എല്ലാം കണ്ടിട്ട് ചിലപ്പോൾ അതിൽ കൂട്ടത്തിൽ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് ആയിരിക്കും, ഓഡിയോസ് ആയിരിക്കും. പക്ഷേ സത്യത്തിൽ ഇങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ വീഡിയോസും ക്വാളിറ്റി കുറഞ്ഞ ഓഡിയോസും ഒക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ട് പുച്ഛിച്ച് തള്ളിയായിരിക്കും അധികം ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പം ഈ വിചാരിച്ച് കാണും, ഇവർക്കൊന്നും വേറെ പണിയില്ലേ, പിന്നെ എന്തിനാ ഈ വീഡിയോസൊക്കെ എന്ന്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത കണ്ടൻറ്റുമൊക്കെ ആയിട്ട് എന്തിനാ വീഡിയോസ്. പക്ഷേ സത്യത്തിൽ അതിനെല്ലാം പിറകിൽ അവരുടെ ഒരു പ്രയത്നമല്ലേ ഉള്ളത്. അവർ ഒരു ട്രൈ ചെയ്യുകയാണ്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് എല്ലാവർക്കും ഓരോ കാരണം ഉണ്ടാവില്ലേ. മെയിനായിട്ടുള്ള കാരണം അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള ഒരു വരുമാനം മന്ത്ലി കിട്ടും എന്നൊരു വിശ്വാസത്തിലായിരിക്കില്ല അവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുമ്പം അല്ലെങ്കിൽ ജസ്റ്റ് കാണാണ്ട് പോകുമ്പോൾ ഇവരെ ഇഗ്നോർ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിനുള്ളൊരു അവസരം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും, വ്യൂസ് കൂടും. ഓട്ടോമാറ്റിക്കലി അവർക്കും അതൊരു പ്രചോദനമാകും അല്ലെ, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കണ്ടന്റ് കൊടുക്കാനും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനും തീർച്ചയായിട്ടും അവരെ ശ്രമിക്കും. അപ്പോൾ നമുക്കെല്ലാവരും പറ്റുന്ന പോലെ, നമുക്കിപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും വളരെ ബിസി ലൈഫാണ്, ആർക്കും ആരെയും സഹായിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളെ ജസ്റ്റ് ഒരു ക്ലിക്ക് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, നമുക്കൊരു പൈസ പോലും പോകുന്നില്ല. പക്ഷേ അവർക്കൊക്കെ അവരുടെ ലൈഫിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുവരാൻ ആ വീഡിയോസിന് ആ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് ചിലപ്പം കഴിയും അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം നമുക്കിഷ്ടമുള്ള സെലിബ്രിറ്റീസിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ കാണാറുണ്ട്, അവരെ കണ്ടൻറ്റും അവരിടുന്ന ഷോർട്സും എല്ലാം കാണാറുണ്ട്. അപ്പം അതൊക്കെ നമ്മളിഷ്ടം. ഓക്കെ, കൂട്ടത്തിൽ ഇങ്ങനെ കാണുന്ന നിങ്ങൾ മിസ്സായി പോകുന്ന ഒരുപാട് വീഡിയോസ് കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊന്നും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ അത് അവർക്ക് എന്തായാലും ഒരു പ്രചോദനമാകും. അവരത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ ശ്രമിക്കും. മാത്രമല്ല, നമ്മൾ കാരണം അവർക്ക് ഒരു വരുമാനം, നമുക്കൊന്നും അവരെ സഹായിക്കാൻ പറ്റില്ല, പക്ഷേ നമ്മളൊരു റീസൺ ആകും അല്ലേ. അങ്ങനെ നമുക്ക് അറിയാത്ത ആരൊക്കെയോ ഈ ജീവിതത്തിൽ ഒരു വെളിച്ചം, ഒരു സന്തോഷം കണ്ടെത്താനുള്ള ഒരു റീസൺ നമ്മളാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്ന് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചൂടെ. ഇനി വരുന്ന വീഡിയോസ്, നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതേപോലെ ചെറിയ ചെറിയ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരും രക്ഷപ്പെട്ടു അല്ലേ. ഇതൊക്കെയല്ലേ മനുഷ്യ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇനിയും കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാനും ഇതേപോലെ ചെറിയൊരു യൂട്യൂബ് ക്രിയേറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ചാനലൊക്കെ തുടങ്ങി കുറേ മുന്നേ വെച്ചതാണ്, ഒരാവേശത്തിൽ തുടങ്ങി കുറേ മുന്നേ ഈ ചാനലൊക്കെ വെച്ചു. പിന്നെ വീഡിയോസ് ഒന്നുമില്ല, എല്ലാ 2 ദിവസം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ ചെയ്താൽ പോരാ, കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യണമെന്ന് ഒരാഗ്രഹം. അപ്പം എൻ്റെ വീഡിയോസ് കുറച്ചുകൂടെ ബെറ്ററാക്കാൻ എന്തായാലും ഞാൻ ശ്രമിക്കും. അപ്പം നിങ്ങൾക്ക് എന്നെ ഇനിയും കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് എനിക്കും കൂടുതലൊരു പ്രചോദനമാകും. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്, ഇതുപോലെ ചെറിയ ചെറിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് നിങ്ങൾ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും ഒക്കെ മുന്നോട്ട് പോവാം. അതല്ലായിരുന്നു നല്ലത്.